വളരെ ബന്ധപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തെ നമുക്ക് മറക്കാനും പറ്റത്തില്ല ഈ സഭയിൽ. അവരന്ന് താഴെ അവരുടെ MRDPയുടെ ഓഫീസ് ഉണ്ടായിരുന്നു. സ്കൂള്, അതിൻ്റെ കെയർ ഓഫ് സ്കൂൾ നമുക്കുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വരുന്ന കാലഘട്ടത്തിലുള്ള സംവിധാനങ്ങളാണ്. അതിന് മുമ്പ് അതുകൊണ്ട് ധാരാളം പണം വികസന കാര്യങ്ങൾക്ക് വേണ്ടി ഇവിടെ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. ധാരാളം റോഡുകൾ നമ്മൾ ആ സമയത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ഇന്ന് പ്രധാനപ്പെട്ട റോഡുകളായിട്ട് മാറിയിട്ടുള്ളത് ഒക്കെ ചരിത്രമാണ്. ഞാനിവിടെ വരാൻ കാരണം ഇവിടെ അന്ന് ശുശ്രൂഷ എടുക്കാൻ ആളില്ലാതെ വന്നു. അപ്പോൾ അന്നത്തെ വികാരിച്ചൻ KJ തോമസ് അച്ഛൻ എന്നോട് പറഞ്ഞു, നമുക്ക് പുളിക്കത്തൊട്ടിക്ക് ഒരു ആരാധന എടുക്കാൻ ആൾ വേണം, പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആരാധനയ്ക്ക് എടുക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്, പ്രസംഗം പറയാൻ മാത്രം പറ്റത്തില്ല, അങ്ങനെ ഒരു സംഗതി. അന്ന് യൂത്തിൻ്റെ പ്രവർത്തനവും കൊയറിൻ്റെ പ്രവർത്തനവും സൺഡേ സ്കൂളിൻ്റെ പ്രവർത്തനവും സന്നദ്ധ സംഘത്തിൻ്റെ പ്രവർത്തനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇടവ കൂട്ടായ്മയായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഞങ്ങൾ നടന്നിരുന്നു. ഞങ്ങളന്ന് ചേലച്ചുവണ്ടിയിൽ നിന്ന് 3 യുവാക്കന്മാരുണ്ടായിരുന്നു. നമ്മുടെ പുസ്തകത്തിൽ പറയുന്ന 3 യുവാക്കന്മാരുടെ പാട്ടെന്ന് പറയുന്നത് 3 യുവാക്കന്മാരുണ്ടായിരുന്നു. അതിൽ ഒരു യുവാവ് നിത്യസൊസൈറ്റിയിൽ പ്രവേശിച്ചു. 2 യുവാക്കന്മാർ, ഇപ്പോൾ യുവാക്കന്മാരെന്ന് പറയാൻ പറ്റത്തില്ല, ഇവിടെ ഉണ്ട്. ഒന്ന് ഞാനാണ്, ഒന്ന് ഇവിടെ ഇരിക്കുന്ന ജോൺസൺ സാറാണ്, PJ ജോൺസൺ. ഞങ്ങൾ പല സന്ദർഭങ്ങളിലും ഒരുമിച്ച് പല മീറ്റിങ്ങുകളൊക്കെയും പോയിട്ടുണ്ട്. അന്നൊക്കെ ഞങ്ങളോട് അവിടെ പ്രസംഗിക്കാൻ വരുന്ന ആൾക്കാർ പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ദൈവവേലയ്ക്ക് വേണ്ടിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാറുണ്ട്. ഞങ്ങൾ വളരെ ചിരിച്ചു തള്ളിയിട്ടുണ്ട് ആ സമയത്തെല്ലാം. എന്നാ ദൈവവേല, ഞങ്ങളൊക്കെ ദൈവവേലയ്ക്ക് അങ്ങനെ ഒരു ചിന്ത പോലും ഞങ്ങളുടെ മനസ്സിൽ ഇല്ല. അത് ഞങ്ങൾ ആ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ മുൻഗണന പ്രകാരം ഞങ്ങൾ 3 പേരും ആ ശുശ്രൂഷയിൽ വന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി എന്ന് പറയും. ആ സമയത്ത് ഞങ്ങൾ 3 പേരും അതെ യുവന പ്രസ്ഥാനത്തിലും സൺഡേ സ്കൂളിലും കൊയറിലൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്ന കാലഘട്ടമായി. ഇവിടെ എൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ രാവിലെ ഞായറാഴ്ച ഇവിടെ വരിക, ആരാധന എടുക്കുക. അന്നത്തെ പള്ളി എന്ന് പറയുന്നത് ഇന്നത്തെ കാണുന്ന പള്ളി അല്ല. അത് ഞാൻ പറയാൻ കാരണം ഇന്നത്തെ പള്ളി കാണുമ്പോൾ നമ്മളത് ഓർക്കണം. അത് ഓർക്കാൻ വേണ്ടി ഞാനത് പറയാം. അന്ന് നമുക്കിവിടെയുള്ള പള്ളി ഈറ്റയില മേഞ്ഞ പള്ളിയാണ്, ഈറ്റയിലയാണ്. ഇതുപോലെ മൊസൈക്കോ അങ്ങനെയുള്ള കാര്യങ്ങളില്ല, സിമൻറ്റ് പോലും ഇല്ല. അന്ന് നമ്മൾ തറ മെഴുകുകയാണ് ചെയ്യുന്നത്. പള്ളിയുടെ സ്ഥാനം ഏതാണ്ട് ഇവിടെ തന്നെയാണ് അന്നും. ഈറ്റയില മേയുന്ന പള്ളി, അവിടെ കുറേയധികം ആളുകൾ. അതിനും കുറച്ചുകൂടെ പുറകോട്ട് പോയി കഴിഞ്ഞാൽ ഈ പള്ളി സ്ഥാപിതമായത്, അതാണ് നമ്മുടെ ഓർമ്മ, 50 വർഷം. ഏറ്റവും കൂടുതൽ ഇതിന് കാരണക്കാരനായി തീരുന്നത് എൻ്റെ അറിവ് നമ്മുടെ CK ജോസഫ് ഉപദേശിച്ച അദ്ദേഹം ഇവിടെ വന്നു. ചേലച്ചുവടിലാണ് അദ്ദേഹം ആദ്യം വന്നത്, താമസിച്ച്. അതിനുശേഷം അവിടുന്ന് സ്ഥലം ഒക്കെ കൊടുത്ത് അതിനുശേഷം അവർ ഇങ്ങോട്ട് കുടിയേറി. ഇവിടെ വന്ന് പള്ളി പണി ആരംഭിച്ചു. പള്ളി പണിയല്ല, ആരാധന തുടങ്ങി. അന്ന് നമ്മൾ ഇന്നത്തെ പോലെ നമുക്കിവിടെ അങ്ങനെ ഓടി വരാനോ കയറാനോ താമസിക്കാനൊന്നും പറ്റത്തില്ല. ഫോറസ്റ്റുകാരുടെ ഭയങ്കരമായ ഉപദ്രവങ്ങളുണ്ട്. ഇവിടെ പള്ളി വെച്ച് കഴിഞ്ഞപ്പോൾ, ആരാധന തുടങ്ങി കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റുകാർ വന്ന് പറഞ്ഞു ഇവിടെ ആരാധന വെക്കാൻ പറ്റത്തില്ല. അങ്ങനെ പറഞ്ഞു, തർക്കമായി. ജോസഫ് ഉപദേശി എന്നോട് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള സാക്ഷ്യം ഇപ്രകാരമാണ്: ഇവിടെ അന്നുണ്ടായിരുന്ന പള്ളി അവർ വെട്ടി താഴെയിട്ടു. തീ വെച്ചോന്നറിയത്തില്ല. അദ്ദേഹത്തെ പിടിച്ച് ഫോറസ്റ്റുകാർ ഇടിച്ചു. ഒരു ഇടി കിട്ടിയത് ഓർമ്മയുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബാക്കി എത്ര ഇടി കിട്ടിയെന്ന് അറിയത്തില്ല, കാരണം ഒറ്റ ഇടിക്ക് അതിന് ബോധം പോയിരുന്നു. അന്ന് നമുക്കൊരു സർവീസ് ബുക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ആ സർവീസ് ബുക്ക് ഇപ്പോഴും കോടതിയിലാണ്. ഇതുവരെ നമുക്ക് ഒരുപക്ഷെ നമ്മളെ തിരിച്ചെടുത്തിട്ടില്ലായിരിക്കാം. അത് നമ്മുടെ കയ്യിലില്ല. അത് ഇവിടെ ആൾതാമസം ഉണ്ടെന്നും ഇവിടെ ആരാധന ഉണ്ടെന്നുള്ള തെളിവാണ്. അതിനുവേണ്ടി കോടതിയിൽ കേസ് വന്നപ്പോൾ ഹാജരാക്കിയതാണ്. അത് ഇവിടുത്തെ ശുശ്രൂഷകൻ്റെ, ഇവിടുത്തെ ആരാധന തുടക്കത്തിൻ്റെ ഒരു ചരിത്രമാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തോട് ചേർന്ന് ഇവിടെ ഉറുപ്പാട്ടെ പേരപ്പുറം ഉണ്ടായിരുന്നു. ഇവിടുത്തെ പേരമ്മ ഇവിടെ വന്നിരിപ്പുണ്ട്. മറ്റനേകർ ഇന്ന് കാണുന്ന ആൾക്കാരുണ്ടായിരുന്നു. നമ്മൾ CSIക്കാർ മാത്രമല്ല, എല്ലാ വിഭാഗം ആൾക്കാരും ഈ പ്രദേശങ്ങളിൽ അന്ന് കുടിയേറി. കഞ്ഞിക്കുഴിയിൽ കുഴിസിറ്റിക്ക് ഇപ്പുറത്തേക്കും വണ്ണപ്പുറത്തുനിന്ന് ടൗണിന് ഇപ്പുറത്തേക്കുള്ളതും മുഴുവൻ പ്രദേശങ്ങളും വനപ്രദേശമാണ്, ഫോറസ്റ്റ് ആണ്. ഇടയ്ക്ക് കുറേ സ്ഥലങ്ങൾ ഒഴിവാക്കിയ ബാക്കി ഇപ്പോഴും വനഭൂമി എന്നാണ് അറിയപ്പെടുന്നതാണ് പറയൊക്കെ കേൾക്കുന്ന നമുക്കതിനെക്കുറിച്ച് അറിയുന്നത്. അതുകൊണ്ട് ഇവിടെ എല്ലാം കയറുന്നതെല്ലാം കയ്യേറ്റമാണ്, അല്ലെങ്കിൽ എൻക്രോച്ച്മെൻ്റ് ആണ്. അതുകൊണ്ട് ഫോറസ്റ്റുകാരുടെ ശല്യവും എപ്പോഴും ഉണ്ടായിരുന്നു. അത് ഇതിൻ്റെ ചരിത്രമാണ്. അപ്പോൾ ഇടികിട്ടിയ ജോസഫ് സാറിനെ നമ്മൾ ഓർക്കണം. അദ്ദേഹം നമ്മുടെ ഈ സഭയ്ക്ക് വേണ്ടി ആദ്യം ഫോറസ്റ്റുകാർ ഇടി മേടിച്ച ഒരാളാണ്.
ബാക്കി എത്ര പേര് ഒളിവിൽ പോയെന്നോ, എത്ര പേര് സാക്ഷി പറയാൻ പോയെന്നോ, എത്ര പേര് ഫോറസ്റ്റ് ഓഫീസോടെ കയറി ഇറങ്ങിയെന്നോ ഒന്നും അറിയത്തില്ല. അതൊക്കെ കുറേയൊക്കെ പ്രായമുള്ള ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ട്, അവരോട് ചോദിച്ചാൽ അവർക്കറിയാം. എന്നിരുന്നാലും ഇന്ന് 50 വർഷം നമ്മൾ പിന്നിടുമ്പോൾ നമ്മൾ മറന്നു പോകരുത്, ഇതിങ്ങനെ ഒരു മനോഹരമായ റാലി ഇവിടെ വന്നതിന് പിന്നിലുള്ള ചരിത്രമാണ് ഞാൻ പറയാൻ. പിന്നീട് ധാരാളം ആളുകൾ ഇവിടെ വന്ന് നമ്മുടെ ഈ സഭാ അതിർത്തിക്കുള്ളിൽ താമസിച്ചു. ഈ സഭയിൽ തന്നെ അവർ താഴെ മുള്ളരിങ്ങാട് ഒരു പ്രാർത്ഥന ഗ്രൂപ്പ് ആരംഭിച്ചു. അത് പിന്നീട് സഭയായി മാറി. അതുപോലെ തന്നെ അതേ കാലഘട്ടങ്ങളിൽ തന്നെയാണ് നമുക്ക് പട്ടേക്കുടിയിൽ അന്നൊരു ദേവാലയം ആ കാലഘട്ടത്തിൽ പിന്നീട് ഉണ്ടായി. തെക്കൻതോണിയിൽ ആ കാലഘട്ടത്തിൽ ദേവാലയം ഉണ്ടായി. അങ്ങനെ ഈ പ്രദേശത്ത് ആരാധനാ സ്ഥലങ്ങളുണ്ടായി. മറ്റ് അനേക ആളുകൾ ഇവിടെ വന്ന് താമസം ഉറപ്പിച്ചു. ഉറുപ്പാട്ട് പേരപ്പൻ ഉൾപ്പെടെ ധാരാളം ആൾക്കാർ, ഞാൻ പേര് പറയുന്നത് നമ്മുടെ പള്ളിയുടെ തൊട്ടുള്ള ആളായിരുന്നു. പള്ളിക്ക് ഏറ്റവും സഹായങ്ങൾ ചെയ്തിരുന്ന ഒരു പേരപ്പനാണ്. അവരുടെ മക്കളും കൊച്ചുമക്കളും ഇവിടെ ഉണ്ട്. എല്ലാവരുടെയും പേര് പറയാനുള്ള സമയമില്ല. അതുപോലെ തന്നെ അന്നത്തെ കപ്പ്യാരച്ചൻ, ഇന്നത്തെ കപ്പ്യാരച്ചൻ്റെ പിതാവ്, അവരും ഇവിടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റ് കുറ്റിപ്ലാക്കിലെ ആൾക്കാർ, അങ്ങനെ കുറേ അധികം ആൾക്കാരിവിടെ ഉണ്ട്. കുറച്ച് 2 പേര് ഓർമ്മ, മക്കളുടെ പേര് അറിയാൻ കുറേ എങ്കിലും സമയ ചുരുക്കത്താൽ ഞാനെല്ലാം വിടുകയാണ്. ഇവിടെ വന്നു. ഞാനന്ന് വരുമ്പോൾ നടന്നാണ് വരുന്നത്. വരിക്കപ്പത്തിൽ നിന്ന് ഇങ്ങോട്ടുള്ള കുറുക്ക് കയറി വരുമ്പോൾ അവിടെ ആന അന്നുണ്ട്, കാട്ടാന. അതാണ് അന്നത്തെ കാലം. രാവിലെ ഇന്നത്തെക്കാളും ഭയങ്കരമായുള്ള വിശ്വാസത്തിലാണെന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ. കാരണം വെള്ളിയാഴ്ചയൊക്കെ ഉപവാസമൊക്കെ എടുക്കുന്ന ആളാണ് അന്ന്. ഇവിടെ നമ്മുടെ കൊച്ചു സഹോദരന്മാർ ഇരിപ്പുണ്ട്. വെള്ളിയാഴ്ച ഉപവാസം എടുക്കും. ചർച്ചോട്ടിൽ നടന്നു പോന്നാൽ ഇടയ്ക്ക് ഒരു ചായ കുടിക്കത്തുള്ളൂ. വൈകുന്നേരം 5 മണിക്ക് ശേഷം എന്ത് ചെയ്യത്തുള്ളൂ, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാണ് കാപ്പി എന്തെങ്കിലും കുടിക്കുള്ളൂ. അതാണ് അന്നത്തെ രീതി. രാത്രി വെളുപ്പിന് പോരുമ്പോൾ അവിടെ ആനയൊക്കെ ഉണ്ട്. 21 കിലോമീറ്ററാണ് ചേർച്ചോട്ടി എൻ്റെ വീട്ടിൽ നിന്ന് ഇവിടം വരെയുള്ള ദൂരം. ആദ്യം വന്നു, ഒരു വെള്ളിയാഴ്ച വന്നു, ഇവിടെ വന്നു. അപ്പം നമ്മളിവിടെ ഇപ്പോൾ ഇരിക്കുന്ന ഈ വൃക്ഷത്തിൻ്റെ അപ്പുറത്തെ വശത്താണ് അന്നത്തെ അവിടെ തറയിരിപ്പുള്ള. അവിടെയാണ് മിഷൻ വീട്. മിഷൻ വീട് എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയൊരു പുല്ല് മേഞ്ഞൊരു കെട്ടിടമാണ്. കെട്ടിടമെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു നമ്മുടെ ഉദ്ദേശിച്ചിട്ട് താമസിക്കാനുള്ള വീട്. അവിടെയാണ് താമസം വരുന്നത്. ഇന്നത്തെ അത്രയും ധൈര്യമൊന്നും അന്നില്ല, അതുകൊണ്ട് ഭയങ്കര പേടിയാണ്. അപ്പം നമ്മുടെ സഹോദരന്മാർ വന്ന് പറഞ്ഞു, നമ്മുടെ അച്ഛൻ കുഞ്ഞു ഉൾപ്പെടെയുള്ള സഹോദരന്മാർ പറഞ്ഞു, സാറേ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ വൈകുന്നേരം വന്നേക്കാം, നമുക്ക് ഒരുമിച്ച് കിടക്കാം. ഒന്നാമത്തെ ദിവസം അവർ 3 പേരും കൂടെ വരാതെ പറഞ്ഞു. ആരെ കൂടെ ഉണ്ടായത് ഓർക്കത്തില്ല. അവർ വരുമെന്ന് വിചാരിച്ച് ഞാൻ കുറേ നേരം ഉറങ്ങാതെ ഇരുന്നു. അത് കഴിഞ്ഞ് ഉറങ്ങിപ്പോയി. പിന്നീട് എപ്പോഴോ കണ്ണു തുറന്ന് നോക്കുമ്പോൾ നേരം വെളുത്തിരുന്നു. വരാമെന്ന് പറഞ്ഞ സഹോദരന്മാരെന്ത് ചെയ്തില്ല, അന്ന് വന്നില്ല. പിറ്റേ ദിവസം രാവിലെ അവർ വന്ന് പറഞ്ഞു, സോറി സാറേ, ഞങ്ങൾ ഇന്നലെ ഇച്ചിരി ലേറ്റായി പോയി, ഇന്ന് തീർച്ചയായിട്ടും എത്താൻ ധൈര്യമായിട്ടിരുന്നു. അന്നത്തെ ഇവിടുത്തെ രൂപം എന്ന് പറയുന്നത് ഇന്ന് ഇത്രയും പള്ളയേ ഉള്ളൂ. 50 വർഷം മുമ്പ് ഇതിനേക്കാളും പള്ളയാണ് ഇവിടെ ഉള്ളത്. ഒരാൾ പോയിട്ട് ഒരു ആന പോയാൽ എന്ത് ചെയ്തില്ല, കാണത്തില്ല. അത്രയും കമ്മ്യൂണിസ്റ്റുകാരാണ് ഇതിൽ കയറി കിടക്കുന്നത്. ഇതിലേക്ക് കുറച്ച് തെളിവുണ്ട്. അതിനകത്ത് ഒരു വീടുണ്ടെന്നാൽ വീടിൻ്റെ മുറ്റത്ത് വന്നാലേ അറിയത്തുള്ളൂ. ആരെങ്കിലും വന്നാലും അവിടെ വന്നാൽ അറിയത്തുള്ളൂ. പിറ്റേ ദിവസം അതുപോലെ തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ ഒന്നെങ്കിൽ രാവിലെ ഇച്ചിരി പണികളുണ്ട്, അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം നേരത്തെ തന്നെ എത്തിക്കണം. അന്നും ഇതുപോലെ ഞാൻ കാത്തിരുന്നു, ഉറങ്ങിപ്പോയി. നേരം വെളുത്തപ്പോഴാണ് അവർ അന്നും വന്നിരുന്നു. 3-ാം ദിവസം അവർ പറഞ്ഞു, തീർച്ചയായിട്ടും ഇന്ന് വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, 2 ദിവസം കൊണ്ട് നമ്മളെന്തായി, കുറേയൊക്കെ ധൈര്യം ആയി. അത് ഒരിക്കലും മറക്കത്തില്ല. അവർ ശുശ്രൂഷയിലെ ആദ്യത്തെ ഒരു രൂപമാണ്. അതുപോലെ രസകരം, അവരോട് പിണക്കമൊന്നുമില്ല കേട്ടോ. പിന്നീട് ഉറക്കമില്ല. അവരിപ്പോഴും ഇന്നും എൻ്റെ കൂടെ കടയൊക്കെ ചൂടിയൊക്കെ കൊണ്ട് വന്നു ചില കാര്യങ്ങളൊക്കെ എൻ്റെ പറയുണ്ടായി. വളരെ രസകരമായ കാര്യമാണ്. പ്രാർത്ഥന, പാട്ട്, പാഠം വായനയൊക്കെ ചെയ്യാം. പക്ഷേ പ്രസംഗം എനിക്കറിയത്തില്ല. എന്താ ഞാൻ പ്രസംഗിച്ചതെന്ന് അന്നുള്ള അമ്മച്ചിമാരോട് ചോദിച്ചാൽ അറിയത്തുള്ളൂ. ഇന്നും എനിക്കറിയത്തില്ല ഞാൻ എന്താ പറഞ്ഞത്. പക്ഷെ അവർ പറയുന്നത് എന്നെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണെന്നാണ് പറഞ്ഞത്. എന്നാന്നറിയത്തില്ല. വെള്ളിയാഴ്ച വരും, ഞായറാഴ്ച ആരാ കഴിഞ്ഞാൽ തിങ്കളാഴ്ച പ്രോഗ്രാം ഇല്ലെങ്കിൽ ഞായറാഴ്ച തന്നെ പോകും. ഇല്ലെങ്കിൽ പൊതുപ്പണി തിങ്കളാഴ്ചയാണ് സാധാരണ വെക്കുന്നത്. പൊതുപ്പണി കഴിഞ്ഞ് തിരികെ പോകും. പൊതുപ്പണി എന്ന് പറഞ്ഞാൽ വേറെ പണിയൊന്നുമല്ല,
ഇവിടെ കുറേ റബ്ബർ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ മുഴുവൻ ഈ പുല്ല് കയറി കിടക്കുകയാണ്. അതൊന്ന് വെട്ടി തീർക്കുക എന്നുള്ളതാണ്. അത് പലതവണ ഇവിടുത്തെ പൊതുപ്പണി ആയതുകൊണ്ട് അന്ന് ഒരു പൊതുപ്പണി കഴിഞ്ഞ് അത് വെട്ടി തീർന്ന് വരുമ്പോൾ ആദ്യം വെട്ടിയെടുത്ത് എന്ത് ചെയ്യും, അത് ഒന്നും കൂടെ വെട്ടാറാവും. ആ രീതിയിലാണ് പൊതുപ്പണി. പൊതുപ്പണി എന്ന് പറഞ്ഞാൽ പൊതുപ്പണിയാണ്. അത് പറ്റത്തില്ലെന്ന് പറഞ്ഞു. ഞാനും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിന്ന് 1 മണിക്കൂർ 10 പേര് കൂടുതൽ പണിതാൽ 10 മണിക്കൂർ പണിയുമെന്ന് പറഞ്ഞു. അന്ന് അവരോട് പറഞ്ഞ കാര്യം 1 മണിക്കൂർ. ഇപ്പം വൈകുന്നേരം ഉച്ച കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യണം, 3 മണിയാകുമ്പോൾ പോകണം. 5 മണിക്കാണ് പോകേണ്ടത് അന്നത്തെ രീതി. പക്ഷേ 3 മണിയാകുമ്പോൾ എല്ലാവർക്കും പോകണം. അപ്പോൾ ഉച്ച കഴിഞ്ഞ് എന്തെങ്കിലും കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഊണ് കഴിച്ചിട്ട് പിന്നെ പണിയാൻ നേരമില്ല. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, 3 കഴിഞ്ഞാൽ പോകാൻ പറ്റത്തില്ല, 4 വരെയെങ്കിലും പണിയണം. 3 തൊട്ട് 4 വരെ പണിതാൽ 10 പേരുണ്ടെങ്കിൽ 10 മണിക്കൂറിൻ്റെ പണിയാണത്. നമ്മൾ ഉദ്ദേശിക്കാത്തത്രയും പണി നീങ്ങും എന്ന് പറഞ്ഞു. അമ്മച്ചിമാരും അന്നത്തെ അപ്പച്ചന്മാരും കൂടെ അത് കേട്ടു. നമ്മളെ പേടിച്ചൊന്നുമല്ല, പാവം സാറ് പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചത്. അവർ പണിയെടുത്തു. പറഞ്ഞ മാത്രമേ എന്ത് ചെയ്തു, ഈ പുല്ലുകളെല്ലാം ഒന്ന് വെട്ടി തീർക്കാനാണ് ഇടയായത്. മറ്റൊരു സംഗതി, ഇന്ന് മനോഹരമായ ഈ ടബോർ ഷീറ്റിൻ്റെ അടിയിൽ ഈ മനോഹരമായ ഈ ഡ്രസ് വർക്കിൻ്റെ അടിയിൽ ഇരിക്കുമ്പോൾ ഓർക്കുന്ന കാര്യമുണ്ട്. അന്ന് ഞാനിവിടെ വരുന്ന സമയത്ത് 39 വർഷം മുമ്പ്, അന്ന് നമുക്ക് ഈറ്റയിലാണ് ഞാൻ പറഞ്ഞല്ലോ, ആ വർഷത്തൊരു പ്രതിസന്ധി ഉണ്ടായി. നമ്മൾ കാരണന്മാരെല്ലാം കാട് വെട്ടി പോയ കാരണം ഈറ്റയെല്ലാം വെട്ടിച്ചുട്ട് കളഞ്ഞു. അപ്പോൾ ഈറ്റയിലേക്ക് ഭയങ്കര ക്ഷാമം. അപ്പോൾ അവർ പറഞ്ഞു, പൊതുയോദ്യം പറഞ്ഞു 2500 രൂപ വേണം ഇത് മേയണമെങ്കിൽ, 2500 രൂപ. അപ്പോൾ ഞാൻ പറഞ്ഞു 2500 രൂപയുടെ ഒരു 2500 കൂടെ ഉണ്ട്, ഇത് ചെയ്യാം, നമുക്കിത് ഓട് മേയാലാ മതി. അന്ന് ഓട് ഈ പ്രദേശത്ത് ഒരിടത്തുമില്ല. ആകെ മൊത്തം കുറച്ച് ഓടുള്ളത് നമ്മുടെ താഴത്തെ അമ്പലത്തിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട്, അവർ പ്രതിഷ്ഠ വെച്ചേക്കുന്നതിൻ്റെ മുകളിൽ ചെറിയൊരു നിർമ്മിതിയുണ്ട്. അത് മാത്രമേ ഓടുള്ളൂ. വേറെ ഒരു ഓട് കഷ്ണം പോലും ഈ പ്രദേശത്ത് എങ്ങുമില്ല. അടിമാലിലാണ് ഓട്. അപ്പം അങ്ങനെ പറഞ്ഞ് പിരിവൊക്കെ എടുത്തു, എല്ലാവരും സമ്മതിച്ചു. അന്ന് പിരിവെടുത്ത് ആദ്യമായിട്ട് നമ്മുടെ ഈ പള്ളിയാണ് ഈ പ്രദേശത്ത് ഓടുമേഞ്ഞ ഒരു സ്ഥാപനം ഉണ്ടായത്. അതിനുശേഷം മാത്രമാണ് ഈ പ്രദേശം ഓടുമേഞ്ഞ സ്ഥാപനങ്ങൾ വന്നത്. ഒരു ഓടിന് അടിമാലിൽ 1 രൂപ 15 പൈസ, ഇവിടെ വരുമ്പോൾ 1 രൂപ 35 പൈസ ഒരു ഓടിന്. അതാണ് അന്നത്തെ യാത്രാക്കൂലി ചെലവ്. കുറേ ആൾക്കാർ, മറ്റു ആൾക്കാരുണ്ട്. ഒന്ന് ഇവിടെ എൻ്റെ പിതാവിൻ്റെയൊക്കെയും സുഹൃത്തുക്കളായിരുന്ന ചെന്നാപ്പാറയിലെ ശശി എന്ന് പറയുന്ന സഹോദരൻ ഇപ്പം ഞാൻ കണ്ടായിരുന്നു. ശശിയുടെ പിതാവ്, അവർ ചേലച്ചോട് നമ്മുടെ പള്ളിയുടെ അടുത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവർ വൈരുമണി ഞങ്ങൾ ഒരുമിച്ച് അടുത്തടുത്ത് പിതാക്കന്മാർ താമസിച്ചുകൊണ്ടിരുന്നതാണ്. ആ ബന്ധം ഇപ്പോഴും കൊണ്ട് ഇന്നും അദ്ദേഹമായിട്ട് വർത്തമാനം പറയാനായിട്ട്. അതൊരു പഴയ കുടുംബമാണ്. നമ്മുടെ പള്ളിക്കാരിലായെങ്കിലും വളരെ സ്നേഹ സൗഹൃദമായിട്ട് ബന്ധപ്പെടുന്ന ഒരു കുടുംബമാണ്. മറ്റൊന്ന്, ഇവിടെ ഈ ഓട് കൊണ്ടുവരാൻ സഹായിച്ച് നമ്മളെ കപ്പലുമാക്കൽ ചേട്ടനാണ്. അദ്ദേഹത്തിനാണ് ജീപ്പുള്ളത്. വേറെ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ പള്ളിക്കാർക്ക് അതിന് ജീപ്പുണ്ട് അല്ലേ. ഞാനിത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 50 വർഷം മുമ്പുള്ള നമ്മുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണത്. മറ്റൊരു രസകരമായ സംഗതികളുണ്ട്. ഈ പള്ളിക്ക് കല്ലിട്ടത്, ഈ പള്ളി എന്ന് പറഞ്ഞാൽ പുതിയ പള്ളിക്ക് കല്ലിട്ടത് എവിടെയെന്ന് അറിയാമോ? ഇതിൻ്റെ തൊട്ട് പുറകിലാണ്. പള്ളി പണിതപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മളിവിടെ പണിതു. ഞാനിപ്പം ഘോഷയാത്രയ്ക്ക് പോയപ്പോൾ ഓർക്കുമായിരുന്നു, ഏത് വിധേന എന്ത് ചെയ്തിട്ടുണ്ട്, അവർ നീട്ടി മിറ്റമൊക്കെ ഡെവലപ്പ് ചെയ്ത് പഴയ കല്ലിട്ട അവിടം വരെ ഏതാണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, എത്തിയിട്ടുണ്ട്. എല്ലാം ദൈവനിശ്ചയം തന്നെ, മുൻഗണനയും തന്നെ, അല്ലാതെ ഒന്നും പറയാനായിട്ടില്ല. വളരെ ഭംഗിയായിരിക്കുന്നു 50 വർഷം കഴിഞ്ഞിങ്ങോട്ട് നോക്കുമ്പോൾ. ഈ സുവർണവേളയിൽ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നു ചേർന്നതിന് അതിയായ സന്തോഷം. ഒത്തിരി ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ ഇവിടെയുള്ള സഭാമക്കൾ അന്ന് അനുഭവിച്ചു. ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു പരാക്രമമായിരുന്നു എന്ന് പറയാൻ തരമില്ല. ഒത്തിരി ഭൂമി സ്വന്തമാക്കാൻ വേണ്ടി വന്നവർ കൈവിരലാൻ എണ്ണാൻ ഉള്ളവരെന്തെങ്കിലും ഉള്ളൂ. അത് പിന്നീട് വന്നവരായിരിക്കാം. അല്ലാതുള്ളവർ മുഴുവനും കുടിയേറിയത് എങ്ങനെയെങ്കിലും ജീവിക്കണം എന്നുള്ള കാര്യത്തിന് വേണ്ടിയാണ് വന്നത്. അങ്ങനെ നമ്മളിവിടെ വന്നു, നമ്മുടെ പിതാക്കന്മാർ വന്നു. അന്നുള്ള അനേക കുടുംബങ്ങൾ, എനിക്ക് തോന്നുന്നു എൻ്റെ അറിവിൽ അന്നുള്ള അത്രയും കുടുംബങ്ങളുണ്ടോ എന്ന് സംശയമുണ്ട് ഇപ്പോൾ. കാരണം ആദ്യം ധാരാളം ആളുകളിവിടെ വന്നിരുന്നു. പിന്നീട് വെൺമണി പള്ളിയിൽ കുറേ പേര് പോയി, അതുപോലെ മുള്ളിരിങ്ങാട് പള്ളിയിൽ കുറേ പേര് പോയി. അപ്പുറത്തെ ആ സൈഡിലുള്ള കുന്നിൻ്റെ അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം മറ്റ് പള്ളികളിലേക്ക് പോയി. സഭകൾ അവർ വെൺമണി പോയി.
അപ്പോൾ എല്ലാം പോയി ഇപ്പോൾ ഏതാണ്ട് 50 താഴെ കുടുംബങ്ങളുണ്ടെന്നാണ്. 50ഓളം കുടുംബങ്ങൾ ഇവിടെ നമുക്കുണ്ട്. അതും വളരെ വലിയൊരു കാര്യമാണ് തീർച്ചയായും. 50ഓളം കുടുംബങ്ങളുള്ള 50 വർഷം എത്തി നിൽക്കുന്ന ഈ സഭ ഇനിയും ധാരാളമായി വളരട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇവിടെ വന്നപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും കണ്ട കഴിഞ്ഞ മാസങ്ങളിലുള്ളൊരു അന്തരീക്ഷമല്ല ഇതിന് ചുറ്റോട്. വളരെ ഭംഗിയായിട്ട് ഇത് ജൂബിലിക്ക് വേണ്ടി അവർ ഒരുങ്ങി മിറ്റമെല്ലാം റെഡിയാക്കി. ഈ സമീപപ്രദേശത്തുള്ള ഏത് നമ്മുടെ പള്ളികളേക്കാൾ സൗകര്യപ്രദമായ രീതിയിൽ ഇതിൻ്റെ പരിസരങ്ങളെല്ലാം അവർ ശരിയാക്കിയിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ജൂബിലി കമ്മിറ്റിയെയും അതുപോലെ തന്നെ സഭയുടെ ചർച്ച കമ്മിറ്റിയെയും ഞാൻ സഭാമക്കളെ എല്ലാവരും ഒരുപോലെ അഭിനന്ദിക്കുന്നു. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ബഹുമാനരായ ജില്ലാ ചെയർമാൻ അച്ഛൻ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടവകാരി അച്ഛൻ സ്നേഹമുള്ള വിജു അച്ഛനുണ്ട്. അതുപോലെ ഉപ്പുതോട് വികാരി അച്ഛൻ ജേസൻ അച്ഛനുണ്ട്. നമ്മുടെ തന്നെ അടുത്ത ഇടവ സഭയിലെ സ്നേഹമുള്ള ജിയോജോ അച്ഛനുണ്ട്. അതുപോലെ നമ്മുടെ പി ഡി ജോസഫ് അച്ഛനൊക്കെ മറക്കാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ഈ ഇടവകയ്ക്ക്, ഈ വെൺമണി ഇടവകയ്ക്ക് പല സമയങ്ങളിലും അച്ഛനായി ശുശ്രൂഷ ചെയ്തത് അല്ലെങ്കിൽ സർപ്രൈസ്യൂട്ട് ചെയ്തിട്ടുള്ള അച്ഛനാണ്. അച്ഛൻ കടന്നു വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട സഭാ ശുശ്രൂഷകർ വന്നിട്ടുണ്ട്, ജോർജ് സാർ ഉൾപ്പെടെ. അവരെല്ലാവരും ഞാൻ സമയത്ത് ഒന്നുകൂടി ഓർക്കും. ഗായകസംഘം അതൊരു ഇവിടുത്തെ ഗായകസംഘത്തോടൊപ്പം മറ്റനേക ഗായകസംഘങ്ങളെ കാണുന്നുണ്ട്. അവരെല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സഭാമക്കളും ധാരാളമായി നിങ്ങൾ കടന്നു വന്നതിൽ അതിയായ സന്തോഷം. നമ്മുടെ പാപ്പൻചേട്ടൻ ഇവിടെയുണ്ട്. പാപ്പൻചേട്ടനെ ഞാൻ സമയത്ത് പ്രത്യേകിച്ച് ഓർക്കുന്നു. അതുപോലെ ധാരാളം ആളുകളെ എല്ലാവരെയും പേര് പറയുന്നില്ല. എങ്കിലും നിങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. മണക്കാരൻ സാറ് വന്ന് വളരെ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം അദ്ദേഹം ഈ സഭയുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. വെൺമണി ഇടവകയിൽ നിന്നും തെക്കന്നൂർ സഭയിൽ നിന്നും അതുപോലെ തന്നെ ചേലച്ചേട് കഞ്ഞിക്കുഴി പ്രദേശങ്ങളിൽ നിന്ന് വന്ന എല്ലാവർക്കും കൃത്യമായി നന്ദി. മനോഹരമായ ഗാനങ്ങൾ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ച് വായിക്കുന്ന നമ്മുടെ ചേലച്ചൂട് കഞ്ഞിക്കുഴി ടീമുകൾ, അതുപോലെ തന്നെ SN സ്കൂളിലെ കലാകാരന്മാർ, വളരെ മനോഹരമായി ചെണ്ടമേളം ചെയ്ത കൊച്ചു കലാകാരന്മാർ, അവരെ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റും. ദൈവം നമ്മളെ എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങൾ ഈ സഭയിൽ നിന്ന് എനിക്ക് ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവിധമായ പ്രാർത്ഥനകൾക്കും സഹായ സഹകരണങ്ങൾക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി. ഇവിടുന്ന് 86-ൽ സെമിനാരിലാണ് പോയത്. സെമിനാരി പോയതിന് ശേഷം 89-ൽ അഭിനയ മൈക്കൽ ജോൺ തിരുമേനിയാൽ 1-ാം പട്ടം ഡീക്കൻ ഓർഡിനേഷൻ സ്വീകരിച്ചു. തുടർന്ന് പ്രസ്ബിറ്റൻ ഓർഡിനേഷനും കഴിഞ്ഞു. ഇപ്പോൾ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നിങ്ങളൊക്കെയും പ്രാർത്ഥന മൂലം സഭയുടെ അധ്യക്ഷനായി നിലനിൽക്കുവാനും ഇവിടെ ആ ഒരു പദവിയിൽ വരുവാനും ഇടയായതിൽ ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റും. അത് എൻ്റെ ഒരു മിടുക്കോ കഴിവോ അല്ല, പ്രാപ്തിയല്ല. അത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രം എന്ന് ഞാൻ അറിയുന്നു. നിങ്ങളൊക്കെയും പ്രാർത്ഥനയും. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഇനി ഞാൻ ആവശ്യപ്പെടുന്നു. ജൂബിലി വർഷത്തിൽ ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി കരയറ്റാം. ഞങ്ങൾ കുടുംബമായി പുളിക്കുത്ത് സെൻറ്റ് ജോൺസ് സഭയ്ക്ക് അതിൻ്റെ ഗോൾഡൻ ജൂബിലിയിൽ എല്ലാ ജൂബിലി ആശംസകളും നേരുന്നു. ദൈവം നമ്മളെല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കുമാറാകും. ജൂബിലി വർഷത്തെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇന്ന് 1-ാം പാഠമായിട്ട് നമ്മൾ കേട്ട വേദഭാഗം ലേവ്യ പുസ്തകം 25-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. 50-ാം സംവത്സരത്തെ ശുദ്ധീകരിച്ച് ദേശത്തെല്ലായിടവും സകല നിവാസികൾക്കും സ്വാതന്ത്ര്യം പ്രസിദ്ധമാക്കണം. അത് നിങ്ങൾക്ക് യോവേൽ സംവത്സരം ആയിരിക്കണം. ജൂബിലി വർഷം യോവേൽ സംവത്സരം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിനെക്കുറിച്ച് പുറകോട്ട് വളരെ വേഗത്തിലൊന്ന് നോക്കുമ്പോൾ ഇത് സബത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് വരിക്കുന്നത്, അല്ലെങ്കിൽ 7-ാം ദിവസവുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. ഒരാഴ്ചയിൽ 7 ദിവസമുണ്ട്. 6 ദിവസം അധ്വാനം, 7-ാം ദിവസം വിശ്രമം അല്ലെങ്കിൽ ദൈവ ആരാധന. അങ്ങനെ 7 ശബത്താണ്ട് 7 ശബത്താണ്ട് കൂടുമ്പോൾ 49 വർഷം. 49 വർഷമാകുമ്പോൾ അത് നിങ്ങൾ പ്രത്യേകമായി ആ വർഷത്തെ ശുദ്ധീകരിക്കണം. തുറന്നു വരുന്ന ഒരു വർഷം 50-ാം വർഷം, അത് 50-ാം സംവത്സരം എന്ന് പറയുന്നത് ശുദ്ധീകരിച്ചതിന് വേർതിരിക്കണം. സ്വാതന്ത്ര്യത്തിൻ്റെ വർഷമാണ്. സ്വാതന്ത്ര്യമെന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവിക കൽപ്പനകൾക്ക് അനുസരിച്ചുള്ള സ്വാതന്ത്ര്യമാണ്. അല്ലെങ്കിൽ ദൈവകൽപ്പന അനുസരിച്ച് എല്ലാവരും ഒരു ഓർഡറിലേക്ക് വരുന്ന ഒരു സംവിധാനത്തെക്കുറിച്ചാണ് ഇവിടെ ദൈവം
മോശ മുഖാന്തരം കൽപ്പന കൊടുക്കുന്നത്. ആ സ്വാതന്ത്ര്യം ദൈവ നിയമങ്ങൾക്ക്, കൽപ്പനകൾക്ക് വിധേയപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യമാണത്. ആരാധനയ്ക്കുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. ആരാധനയായിട്ട് ബന്ധപ്പെട്ടാണ് അത് വരുന്നത്. ആരാധനയുടെ ആഘോഷം എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ആരാധനയുടെ ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ ശബത്തുകളുടെ ആഘോഷത്തിൻ്റെ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അത് അനുദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ വാർഷികമായും 7 വർഷം കൂടുമ്പോഴും അങ്ങനെയുള്ള മൊത്തം ഒരു ആരാധനയുമായിട്ട് ദൈവിക ബന്ധത്തിലാണ് അവിടെ പറഞ്ഞ് അവസാനിച്ച് ജൂബിലി വർഷം കഴിയുമ്പോൾ വീണ്ടും ഒന്നേന്ന് തുടങ്ങുന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ജൂബിലി എന്ന് പറയുന്നത് ഗോൾഡൻ ജൂബിലി, ഇവിടെ 50-ാം വർഷം ജൂബിലിയാണ് വേദോസം നമ്മെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. 50 വർഷം 50 വർഷം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്നേന്ന് തുടങ്ങുകയാണ്. എവിടെയാണോ നമ്മൾ ആ ദൈവിക കൽപ്പനകൾക്കനുസരിച്ചുള്ള ആ സിസ്റ്റം അവിടെ പുനഃസ്ഥാപിച്ചതിന് ശേഷം വീണ്ടും ഒന്നേന്ന് തുടങ്ങുകയാണ്. വീണ്ടും ആ 50 വർഷം അങ്ങനെ എണ്ണണം എന്ന് നമ്മൾ തുടർന്ന് വരുമ്പോൾ അങ്ങനെ ചെയ്തതായിട്ട് അല്ലെങ്കിൽ ചെയ്യണമെന്ന് കൽപ്പന കൊടുത്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ജൂബിലി വർഷം എന്ന് പറയുന്നത് നമ്മൾ അവിടെ നിന്ന് നമ്മൾ ലേഖനമായിട്ട് വായിച്ചപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട് ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ച് പറഞ്ഞു വരുമ്പോൾ ദൈവത്തിൻ്റെ ആലയം വിശുദ്ധമാണ്, നിങ്ങളും അങ്ങനെ തന്നെ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ദൈവവുമായുള്ള ബന്ധത്തിൽ, ദൈവ ആരാധനയുമായിട്ടുള്ള ബന്ധത്തിൽ ആരാധകരുടെ ദൈവിക സ്വഭാവത്തിലേക്കുള്ള ആ അടുപ്പം അല്ലെങ്കിൽ ഒരു പുനർപ്രതിഷ്ഠയുടെ അവസരമാണ് ജൂബിലി വർഷം എന്ന് പറയുന്നത്. ദൈവം വിശുദ്ധനാണ്, അതുപോലെ ദൈവത്തെ ആരാധിക്കുന്നവരും വിശുദ്ധരായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം. ലേഖന വേദഭാഗത്തിനാണ് ശക്തമായിട്ട് പറയുന്നത് അതുതന്നെയാണ്. ദൈവം വിശുദ്ധനാണ്, വിശുദ്ധനായ ദൈവത്തെ ആരാധിക്കുന്നവരും വിശുദ്ധനായിരിക്കണം. അതെങ്ങനെ വിശുദ്ധനായിരിക്കണമെന്ന് ദൈവത്തിൻ്റെ മാനദണ്ഡങ്ങളാണ് അവിടെ പ്രാധാന്യം. ദൈവം എന്തെല്ലാം പറഞ്ഞിരിക്കുന്നു അതനുസരിച്ചുകൊണ്ട് വിശദീകരിക്കപ്പെട്ട ഒരു ജീവിതം നയിച്ച് ദൈവ ആരാധനയ്ക്കായിട്ട് കൂടിവരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ വേദഭാഗം അവിടെ അവസാനിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും. വിശുദ്ധീകരണമാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണെന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ആലയവുമായുള്ള ബന്ധപ്പെട്ടാണല്ലോ നമ്മളിവിടെ ഈ ജൂബിലി ആഘോഷിക്കുന്നത്. ആലയത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അനേക വേദഭാഗങ്ങളുണ്ട്. അത് നമ്മൾ പലപ്പോഴും ഓരോ വർഷങ്ങളിലും അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ആരാധനയ്ക്ക് വേണ്ടി എവിടെയെല്ലാം സ്ഥലങ്ങൾ വേർതിരിക്കുന്നുവോ അവിടെ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ട് എന്നാണ് ദൈവം കൽപ്പന തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ ദൈവം ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഒന്നാമതായി ഭൂമിയിലെ ദൃശ്യമായ സ്ഥിരമായ ആലയം പണിത് പ്രതിഷ്ഠിക്കുന്ന ശലോമോൻ തൻ്റെ ആലയ പ്രതിഷ്ഠ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, അപേക്ഷിക്കുന്ന ഒരു അപേക്ഷയുണ്ട്, ഒരു പ്രതിഷ്ഠാ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിൽ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് വേറൊന്നുമായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ദൈവമേ, അങ്ങ് ഈ ഭൂമിയിൽ വസിക്കാൻ മാത്രം ചെറുതല്ല എന്നെനിക്കറിയാം. സ്വർഗം നിൻ്റെ സിംഹാസനമാണ്, ഭൂമി നിൻ്റെ പാദപീഠമാണ്. അപ്പോൾ പാദപീഠമായ ഭൂമിയിൽ ഞാനൊരു ആലയമുണ്ടാക്കിയാൽ അതിൻ്റെ അകത്ത് നിന്നെ ഉൾക്കൊള്ളിക്കാൻ പറ്റത്തില്ല എന്ന് എനിക്കറിയാം. എങ്കിലും അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരിക്കണം. അങ്ങേ ആരാധിപ്പാനായിട്ട് വേർതിരിക്കുന്ന ഈ സ്ഥലത്ത് അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ഇവിടെ വന്ന് ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, അങ്ങ് ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ വന്ന് പ്രാർത്ഥിച്ചാൽ അവൻ ആരായിക്കൊള്ളട്ടെ, ഈ പള്ളിയിൽ അല്ലെങ്കിൽ ഈ ഇസ്രായേൽ മക്കളിൽ പെട്ട ആളായിക്കോട്ടെ, ഇസ്രായേൽ മക്കളിൽ പെടാത്ത ആളായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, യാതൊരുവൻ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്ന് വിചാരിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുവോ അവൻ്റെ പ്രാർത്ഥന നീ കേൾക്കണം. അല്ല, യാതൊരുവൻ ഈ ദേവാലയത്തിൻ്റെ മുമ്പിൽ വന്ന് പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥന നീ കേൾക്കണം. അതുമല്ല ദൈവമേ, ഈ ആലയത്തിൻ്റെ ദിക്ക് നോക്കി ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ അങ്ങയുടെ ആലയം ഇന്ന ദിക്കിലാണ് എന്ന് ആ ദിക്കിലേക്ക് നോക്കി ഒരുവൻ പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥനയ്ക്കും നീ ഉത്തരമരണം. അവൻ ഏതവസ്ഥയിലാണേലും ആ അവസ്ഥയിൽ നിന്ന് വിടുവിക്കണം. അവൻ യുദ്ധത്തിന് പോകുന്നുവെങ്കിൽ യുദ്ധത്തിൽ അവന് വിജയം കൊടുക്കണം. അവൻ്റെ ദേശത്ത് ക്ഷാമമാണെങ്കിൽ ക്ഷാമം മാറ്റിക്കൊടുക്കണം. അവൻ്റെ ദേശത്ത് വിഷമഞ്ഞാണെങ്കിൽ അത് നീ മാറ്റിക്കൊടുക്കണം. അവൻ്റെ കൃഷിയിടങ്ങളിന്മേൽ മറ്റ് ബാധകളാണ് വന്നതെങ്കിൽ അത് നീ മാറ്റിക്കൊടുക്കണം. ഭയങ്കരമായിട്ടുള്ള കൽമഴയും അതുപോലെ ദൈവത്തിൻ്റെ ശിക്ഷയാണെങ്കിൽ ദൈവമേ അത് നീ മാറ്റിക്കൊടുക്കണം. എന്തെല്ലാമാണോ അവന് വന്നു ഭവിച്ചിരിക്കുന്നത്, അവൻ്റെ ആ വിപത്തിൽ നിന്ന് അവനെ രക്ഷിക്കണമെന്ന് ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് വിചാരിച്ച് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നൊരുവൻ്റെ പ്രാർത്ഥന നീ കേൾക്കണം. ചുരുക്കം അതായത് വേദോസത്തിൽ തുടർന്ന് നമ്മൾ വായിക്കുന്നത്, അന്ന് രാത്രിയിൽ സലോമോൻ കിടന്നുറങ്ങുമ്പോൾ ദൈവം വീണ്ടും സലോമോന് പ്രത്യക്ഷനായി. സലോമോനോട് പ്രത്യക്ഷനാണ് പറയുന്ന കാര്യമാണ്, സലോമോനെ, നിൻ്റെ പ്രാർത്ഥന, നിൻ്റെ അപേക്ഷ, നിൻ്റെ ആഗ്രഹം ഞാൻ മാനിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവുമെല്ലാം ഈ ആലയത്തിൽ ഇരിക്കും.
നീ അപേക്ഷിച്ച പോലെ എല്ലാം ഞാനത് ചെയ്യും. നിൻ്റെ പ്രാർത്ഥന പോലെ എൻ്റെ കണ്ണും എൻ്റെ ഹൃദയവും എൻ്റെ ദൃഷ്ടിയും എവിടെയിരിക്കും? ആലയത്തിൽ വരുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് സലോമോൻ പ്രതിഷ്ഠിച്ച പണിത ആലയത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വേദോസ് പ്രകാരം പറയുന്നു, എവിടെയെല്ലാം ദൈവ ആരാധനയ്ക്ക് വേണ്ടി ആലയങ്ങൾ, സ്ഥലങ്ങൾ വേർതിരിക്കുന്നുവോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, പുളിക്കത്തൊട്ടി സെൻറ്റ് ജോൺസ് സഭയിൽ, ഈ ദേവാലയത്തിൽ, ജൂബിലി ആഘോഷിക്കുന്ന ഈ മനോഹരമായ ആലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ? ഉണ്ടോ? ഓർക്കണം, ഇവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടോ? ഉണ്ട്. ഇത് ആരാധനയ്ക്ക് വേണ്ടി എന്ത് ചെയ്താണ്? വേർതിരിക്കപ്പെട്ട സ്ഥലമാണ്. ആരാധനയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ട സ്ഥലങ്ങളിൽ എന്തുണ്ട്? ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ട്. മറന്നു പോകരുത്. ഓരോ വിശ്വാസിയും ഓർത്തിരിക്കേണ്ട കാര്യമാണ്. ഇവിടെ ഒരുവൻ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഇങ്ങോട്ട് നമ്മൾ ഈ ആലയത്തിൻ്റെ മുറ്റത്തോടെ നമ്മൾ പോകുമ്പോൾ, കടന്നു പോകുമ്പോൾ, ആലയത്തിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശ്വാസ സമൂഹം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ഇത് എവിടത്തേക്കാണ് നമ്മൾ പോകുന്നത്? നമ്മൾ പോകുന്നത് എവിടെയാണ്? ദൈവത്തിൻ്റെ കണ്ണുള്ള സ്ഥലത്ത്, ദൈവത്തിൻ്റെ കാതുള്ള സ്ഥലത്ത്, ദൈവത്തിൻ്റെ ഹൃദയമുള്ള സ്ഥലത്ത്, ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. ആ ഓർമ്മയില്ലാതെ ആരും ദൈവാലയത്തിലേക്ക് വരരുത്. നമ്മൾ ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ തനിക്കെതിരെ വരാൻ പോകുന്ന ഓരോരോ പ്രതിസന്ധികളെ ഒക്കെ കേട്ടപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ മാളിക മുറിയിൽ പോയി അദ്ദേഹം യെരുശലേമിലെ നേരെ ജനൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചു എന്നവിടെ പറഞ്ഞിരിക്കുന്നു. പലപ്പോഴും ഞാൻ ഓർത്തുണ്ട്, എന്തിനാ അത് അത്ര നിസ്സാരമായൊരു കാര്യം അവിടെ രേഖപ്പെടുത്തി അല്ലേ? ജനൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചെന്ന് പറയണം. പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാൽ പോരെ അല്ലേ? പ്രത്യേകിച്ച് പറഞ്ഞിരിക്കുക, യെരുശലേമിലേക്ക് നേരെയുള്ള വാതിൽ എന്ത് ചെയ്തു? ജനൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചു. പിന്നീടാണ് മനസ്സിലായത് അതങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഈ ആലയം നിൽക്കുന്ന ദിക്ക് നോക്കി പ്രാർത്ഥിച്ചാൽ അവൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്യും? ദൈവം നീ കേൾക്കണമെന്ന സലോമോൻ എന്ത് ചെയ്തത്? യെരുശലേം ദേവാലയം പ്രതിഷ്ഠിച്ചപ്പോൾ പ്രാർത്ഥിച്ചത്. ദാനിയേലിന് കൃത്യമായിട്ട് അറിയാം ആ പ്രാർത്ഥന. അതുകൊണ്ടാണ് ദാനിയേൽ എന്ത് ചെയ്തത്? യെരുശലേമിൽ, അവൻ അന്യദേശത്താണ്, പ്രവാസത്തിലാണ്. അവൻ യെരുശലേമിന് നേരെ ആ ജനൽ തുറന്നിട്ട് പ്രാർത്ഥിച്ചു. ദൈവമേ, പ്രാർത്ഥനയെക്കുറിച്ച് അവിടെ പറയുന്നു അല്ലേ? പ്രാർത്ഥന ദൈവം കേട്ടോ? ദാനിയേലിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി കൊടുത്തു. പ്രാർത്ഥന ദൈവം കേട്ടു. മറന്നു പോകരുത്. ആ ആലയത്തിന് മുമ്പ് പിന്നീട് നമ്മൾ ചരിത്രം വായിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ഹന്ന എന്ന് പറയുന്ന സഹോദരി, അവളവിടെ ചെന്ന് എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. പെരുന്നാളിൽ എല്ലാവരും പോയപ്പോൾ അവളും പോയി. പെരുന്നാളിൻ്റെ ഇടവേളയിൽ എന്ത് ചെയ്തു? അവൾ പോയി ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്ന വലിയ പ്രാർത്ഥനയല്ലായിരുന്നു. അവളുടെ ചുണ്ടനങ്ങിയോളെന്നാണ് അതിൻ്റെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചുണ്ടനങ്ങിയതേ ഉള്ളൂ. മഹാപുരോഹിതൻ ഏലി പുരോഹിതൻ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആൾക്കാർ വരുന്നു, പ്രാർത്ഥിക്കുന്നു, കാര്യം കാണിക്കിടുന്നു, ഒക്കെ പോകുന്നു. അങ്ങനെ നോക്കി അയോധികനായ പുരോഹിതൻ അവിടെ ഇരിക്കുകയാണ്. ഉടനെ ഏലി പുരോഹിതൻ പറഞ്ഞു, മോളെ, നീ കുറച്ചുകൂടെ സമയം കഴിഞ്ഞ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇപ്പോൾ പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്തില്ല? ആ പ്രാർത്ഥന ശരിയാകത്തില്ല. കാരണം എന്താ? നീ വീഞ്ഞു കുടിച്ചു വല്ലാതെ എന്ത് ചെയ്തിരിക്കുന്നു? അധികം വീഞ്ഞു കുടിച്ചുകൊണ്ട് അല്പം ലഹരി പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ലഹരിയൊക്കെ കുറയുമ്പോൾ വന്ന് പ്രാർത്ഥിക്കണം. അന്നത്തെ രീതിയായി നമുക്ക് ഏതോ സമയം കാണാൻ സാധിക്കും. ദൈവത്തിന് വേണ്ടി അർപ്പിക്കുന്ന അത് വീഞ്ഞാണെങ്കിലും എണ്ണയാണെങ്കിലും മറ്റ് സാധനങ്ങളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും അതൊക്കെ ആലയത്തിൽ കൊണ്ടുവരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആലയത്തിൽ കൊണ്ടുവന്നതിന് ശേഷം എന്ത് ചെയ്യണം? അതിനെ ഭക്ഷിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ കൽപ്പന അനുസരിച്ചാണ് അവരവിടെ വരുന്നതും ഈ കുടിക്കുന്നതും ഭക്ഷിക്കുന്നതെല്ലാം. അവൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഹന്ന പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലയോ പിതാവേ, ഞാൻ വീഞ്ഞു കുടിച്ച് ഒരു സ്ത്രീയല്ല. ഞാൻ എൻ്റെ ഹൃദയത്തിലെ വിഷമം എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ എൻ്റെ ദൈവത്തോട് പറയുവാൻ. വിഷമം എന്താ? അവനൊരു മകനില്ല എന്നുള്ളതാണ്. മകനില്ലാത്തതിൻ്റെ പേരിൽ അവൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങളെല്ലാം ഞാൻ എൻ്റെ ദൈവത്തോട് പറയുമായിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ പുരോഹിതൻ പറഞ്ഞു, മോളെ, നീ ഇസ്രായേലിൻ്റെ വല്ലഭനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൻ നിനക്ക് ചെയ്തു തരുമാറാകട്ടെ. ഹന്നയുടെ പ്രാർത്ഥന ദൈവം കേട്ടോ? കേട്ടു. ശൗമേൽ ബാലൻ അല്ലേ? ഹന്നയുടെ മോനാണ് ശൗമേൽ ബാലൻ. ഇസ്രായേലിൻ്റെ ഏറ്റവും അവസാനത്തെ ന്യായാധിപൻ ശൗമേൽ ബാലൻ. ദൈവം പ്രാർത്ഥന കേട്ടു.
ഒച്ചക്കല പ്രാർത്ഥിച്ച് ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചത് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവം കേട്ടു. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കൊരു മിഷൻ വയലുണ്ട്, ചിന്നക്കനാൽ നമ്മൾ ഇതുപോലെ ചെറിയൊരു പള്ളി ഉണ്ടാക്കിയപ്പോൾ അവിടെയുള്ള ആളുകൾ, ദേശത്തുള്ള ആൾക്കാർ പറഞ്ഞു, അതെ, ഞങ്ങൾക്കെതിരെ ഈ പള്ളിയുടെ മുറ്റത്തൂടെയാണ് എപ്പോഴും പോകുന്നത്, പള്ളിയുടെ അകത്ത് കയറി പ്രാർത്ഥിക്കാനായിട്ട് പറ്റത്തില്ല, അതുകൊണ്ട് ഞങ്ങൾ മറ്റ് പല വിശ്വാസത്തിൽപ്പെട്ട ആൾക്കാരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പള്ളിയിൽ വന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ട്. ഒരു കാര്യം ചെയ്യണം, പള്ളിയുടെ മുറ്റത്ത്, പ്രധാന വാതിലിൻ്റെ മുറ്റത്ത് ഒരു തിണ്ണ ഉണ്ടാക്കി തരണം, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന പോലെ ഒരു ഫോർട്ടിക്ക ഉണ്ടാക്കി തരണം, കാശായിട്ട് തരാൻ പറ്റത്തില്ല, പൊതുപ്പണിയായിട്ട് ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞു. നിങ്ങളവിടെ പോയാൽ കാണാൻ സാധിക്കും, അവിടെ പള്ളിയുടെ ഫ്രണ്ടിൽ ഒരു ചെറിയൊരു തിണ്ണ ഉണ്ടാക്കിയിട്ടുണ്ട്, ഫോർട്ടിക്ക. മഴ നനയാതെ നിൽക്കാം, വെയിൽ കൊള്ളാതെ നിൽക്കാം. അവർ പറഞ്ഞു, ഞങ്ങൾക്കും എന്ത് ചെയ്യണം, നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും ദൈവത്തോട് പ്രാർത്ഥിക്കണം, പള്ളിക്കകത്ത് വന്ന് പ്രാർത്ഥിക്കാനുള്ള നേരമൊന്നുമില്ല, ഞങ്ങൾ എന്ത് ചെയ്യുന്നു, പോകുന്ന വഴിയെ പള്ളിയുടെ തിണ്ണ കയറി നിങ്ങൾ പ്രാർത്ഥിക്കും. വിശ്വാസം, അവരുടെ വിശ്വാസം. ഇവിടെ ആരുണ്ട്? ദൈവത്തിൻ്റെ ദിവ്യ സാന്നിധ്യമുള്ള ദിവാലയമാണ്. അതുകൊണ്ട് അവിടെ പ്രാർത്ഥിച്ചാൽ എന്ത് ചെയ്യും, ദൈവം കേൾക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് അവർ പള്ളി തുറക്കണമെന്നില്ല, പള്ളിയുടെ തിണ്ണയിൽ വന്ന് അവരുടെ ആവശ്യങ്ങൾ പറഞ്ഞു പോവുകയാണ്. സീസേക്കാരല്ല, മറ്റനേക ആളുകൾ ഇന്നും അപ്രകാരമുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വരുന്നത്, ഇവിടെ നമ്മൾ വരുമ്പോൾ 50 വർഷം പിന്നിടുന്ന സെൻറ്റ് ജോൺസ് സഭക്കാർ ഓർക്കേണ്ട കാര്യം വേറൊന്നുമല്ല, ഇവിടെ എന്തുണ്ട്, ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം. പലപ്പോഴും CSI ക്രിസ്ത്യാനികളാകുന്ന ഞാനും നിങ്ങൾ മറന്നു പോകുന്നൊരു കാര്യമാണ്. ആലയത്തിൽ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഉണ്ട് എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നു, മറന്നുപോകും. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കുമെന്നൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടോ? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? 50 വർഷം പിന്നിടുകയാണ്, മനോഹരമായ ആലയം നമുക്ക് കിട്ടിയിരിക്കുകയാണ് അല്ലേ? ഇതിൻ്റെ പിന്നിലുള്ള കണ്ണീരും വേദനയും ദുഃഖവും അധ്വാനവും എല്ലാം നിങ്ങൾക്കറിയാം അല്ലേ? ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ മനോഹരമാക്കിയ ആലയത്തിൽ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യമുണ്ട് എന്നിവിടെ ബിഷപ്പ് പറഞ്ഞിരിക്കുകയാണ്. നമ്മളത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ടല്ലേ? ഇവിടെ വന്നൊരു കാര്യം ദൈവത്തോട് പറഞ്ഞാൽ ദൈവം കേൾക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോന്നാണ് എൻ്റെ ചോദ്യം. ഉണ്ടോ? നമ്മൾ എത്ര പേരെ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇങ്ങോട്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട്? നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലത് കൂടി, അറിയത്തില്ലത് കൂടിയോ? പോട്ടെ, പറയാണ്, നിങ്ങൾ നേരിട്ട് ചെന്ന് എന്ത് ചെയ്താൽ മതി, പള്ളി പോയി പ്രാർത്ഥിച്ചാൽ മതി. എന്ത് കിട്ടും? ദൈവം പ്രാർത്ഥന കേൾക്കും എന്ന് ഒരു CSIക്കാരനെങ്കിലും ഒരു CSIക്കാരെങ്കിലും ആരോടെങ്കിലും, നമ്മുടെ തന്നെ സഹോദരന്മാരായിക്കട്ടെ സഹോദരിമാർ, ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നമ്മൾ പറയും തൊടുപുഴ പുതിയതായിട്ട് ആശുപത്രി തുടങ്ങിയിട്ടുണ്ട്, എന്നാണ് സ്മിത എന്നാണ് എൻ്റെ പേര്, അവിടെ പോയി നോക്കിയ ഒരു ഡോക്ടർ അവിടെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്, കേൾക്കും. പിന്നെ ചേലച്ചോടി നമ്മുടെ ഒരു ആശുപത്രി ഉണ്ട്, അവിടെയാണെങ്കിൽ നമുക്ക് അടുത്തായിട്ട് വേണമെങ്കിൽ അവിടെയും പോയി നോക്കാം. പിന്നെ നമുക്ക് തള്ളക്കാനത്താണേലും കൊണ്ട് ഒത്തിരി പൈസയൊന്നും കൊടുക്കണ്ട. പിന്നെ ഇടുക്കിയിലേക്ക് ചെന്നാൽ മെഡിക്കൽ കോളേജൊക്കെ ഉണ്ടല്ലോ, അവിടെ നമുക്ക് പോകാം. അങ്ങനെ അറിയാവുന്ന ആ ആശുപത്രിയുടെ പേരെല്ലാം പറയും. പക്ഷേ സെൻറ്റ് ജോൺസ് പള്ളിയിൽ വന്നൊന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാൻ ആരെങ്കിലും പറയുമോ? പറയത്തില്ല. കാരണം എന്താണ്? അത് നമ്മുടെ ഒരു അനുഭവമല്ല. കാരണം നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, നമ്മളിവിടെ ഒന്നും പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ മറ്റുള്ളവരോട് പറയും? ജൂബിലി ആഘോഷിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യമാണ്, ഇവിടെ എന്തുണ്ട്, ഇവിടെ ആരുണ്ട്, ഇവിടെ നമ്മുടെ ദൈവത്തിൻ്റെ ദിവ്യമായ സാന്നിധ്യം ഇവിടെ ഉണ്ട്. നിങ്ങൾ വരിക, നിങ്ങളുടെ ആവശ്യം പറയുക. നിങ്ങളുടെ മുട്ടുവേദന, കാലുവേദന, തലവേദന, നെഞ്ചുവേദന, ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ, മങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ ആവലാദികൾ, വേവലാദികൾ എല്ലാം എന്ത് ചെയ്യുക? ദൈവത്തോട് പറയുക. ദൈവം പറഞ്ഞു, എൻ്റെ കാതിവിടെയുണ്ട്, ഞാനത് കേൾക്കും. എൻ്റെ കണ്ണിവിടെയുണ്ട്, അത് ഞാൻ കാണും. എൻ്റെ ഹൃദയം ഇവിടെയുണ്ട്, അത് ഞാൻ മനസ്സിലാക്കും. അത്രയും ശ്രേഷ്ഠമായ വാഗ്ദത്തമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. ജൂബിലി വർഷത്തിൽ ഓർക്കുക, വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിക്കുക. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും എന്ത് ചെയ്യണം? വിശ്വസിക്കണം. മറന്നു പോകരുത്. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവൻ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലും വിശ്വസിക്കണം. ദൈവമുണ്ടെന്ന് ആരും വിശ്വസിക്കുന്നു? പറഞ്ഞേ, ദൈവമുണ്ടെന്ന് ആരും വിശ്വസിക്കുന്നു? ദൈവമുണ്ടെന്ന് സാത്താനും വിശ്വസിക്കുന്നു. പിശാച് പോലും എന്ത് ചെയ്യുന്നുണ്ട്? ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മളെക്കാളും പേടിയാണ് ആർക്ക്? പിശാചിന്. ആരെ? ദൈവത്തെ. കാരണം എന്താ?
ദൈവമെന്ന് കേൾക്കുമ്പോൾ അവനെന്ത് ചെയ്യുന്നു? അവൻ ദൈവമാണെന്ന് വിശ്വസിക്കുകയും ദൈവം എന്നുള്ള വാക്കിൽ കേൾക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? അവൻ വിറയ്ക്കുകയും ചെയ്യുന്നു. അല്ലേ? നമുക്കൊരു തുള്ളപ്പനി വന്നാലും എന്ത് ചെയ്യത്തില്ല? വിറയ്ക്കത്തില്ല. പിന്നെയല്ലേ ദൈവം ഉണ്ടെന്നത് അല്ലേ? ജൂബിലി എന്ന് പറയുന്നത് തിരിഞ്ഞു നോക്കാനുള്ളൊരു അവസരമാണ്. തിരിഞ്ഞു നോക്കി ദൈവത്തെ ബോധ്യപ്പെടുത്താൻ, വീണ്ടും ആ ഒന്നാമത്തെ അവസ്ഥയിലേക്ക് വരാനുള്ളൊരു ദൈവമുള്ള ബന്ധത്തിലേക്ക് വീണ്ടും പുനഃപ്രവേശിക്കാനുള്ള ഒരു അവസരം, വീണ്ടും തുടക്കമാണ് അല്ലേ? ദൈവത്തിൻ്റെ ആ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസരിച്ച് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഒരു പുതിയ തുടക്കം നമ്മൾ കുറിക്കുകയാണ്. അടുത്ത ദിവസം തൊട്ട് എന്താണ്? നമ്മളൊരു പുതിയൊരു വർഷമാണ്, പുതിയ ജൂബിലി വർഷമാണ്. പുതിയൊരു 50 എന്നുള്ള വർഷം എന്ത് ചെയ്യണം? നമ്മൾ 1, 2 നമ്മൾ തുടങ്ങുകയാണ്. നമ്മളതിനെ 100 എന്ന് പറയും, പക്ഷേ 50 എന്നുള്ള രീതിയിലാണ് നമ്മളിതിനെക്കുറിച്ച് വേദവസം പഠിക്കുമ്പോൾ ഒക്കെ കാണാൻ സാധിക്കും. 50 വർഷവും കഴിയുമ്പോൾ നമ്മൾ എത്ര പേരിവിടെ കാണുമെന്ന് നമുക്കറിയത്തില്ല അല്ലേ? അതുകൊണ്ട് ഓരോ വർഷവും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. 24 വർഷം തീരുന്നു, അടുത്ത 25ലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് അല്ലേ? വളരെ വേഗത്തിലാണ് വർഷങ്ങൾ പോകുന്നത് അല്ലേ? അങ്ങനെ തോന്നിപ്പോകും. അതുകൊണ്ട് ഓരോ ദിവസവും ദൈവവുമായുള്ള ബന്ധത്തിൽ നമുക്ക് പുതിയൊരു ബന്ധം നിർത്തിക്കൊണ്ട് നമുക്ക് ജീവിക്കാം. അതിനുവേണ്ടി നമുക്ക് ഉത്സാഹിക്കാം. ഇവിടെ വരുമ്പോൾ നമ്മൾ ഇത് ഓർക്കുക, ജൂബിലിയിൽ നമ്മൾ ഓർക്കേണ്ട കാര്യം ദൈവവുമായിട്ടൊരു പുതിയ ബന്ധത്തിൽ നമ്മൾ പോവുക. ലേഖന വേദഭാഗം നമ്മൾ വായിച്ചപ്പോൾ അവിടെ കണ്ടു, ദൈവം വിശുദ്ധനാണ്, നിങ്ങളും എങ്ങനെയാണ്? നിങ്ങളും അങ്ങനെ തന്നെ അല്ലേ? ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ നിങ്ങളും വിശുദ്ധനായിരുന്നു. വിശുദ്ധനായ ദൈവത്തെ ആരാധിപ്പാൻ ഒരേ ഒരു മാർഗം, വിശുദ്ധിയുടെ മാർഗം, അത് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന മാർഗമാണ്. അതിലൂടെ പോകാൻ നമുക്ക് ഉത്സാഹിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ അതിനാണ് നമ്മെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകണം. അപ്പോൾ പിതാവായ ദൈവത്തിന്, പുത്രനായ ദൈവത്തിന്, പരിശുദ്ധാത്മാവായ ദൈവത്തിന് സകല ബഹുമാനം ബോധവും കലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.